ഇന്ന് നമുക്ക് ഇന്ത്യൻ പൊളിറ്റി പ്രിയാമ്പിൾ ആണ് നോക്കാനുള്ളത്. മൈ നെയിം ഈസ് റിനോ കുര്യൻ. ഇന്ന് നമ്മൾ പ്രിയാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പ്രിയാമ്പിളിൻ്റെ ആസ്പെക്ട്സിൽ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രിയാമ്പിളിൽ നോക്കാനുള്ളത് പ്രിയാമ്പിളിൻ്റെ ഓരോ കീ കമ്പോണൻസ്. നമ്മൾ നേരത്തെ നോക്കിയിരുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് കീ കമ്പോണൻസ്, എന്തൊക്കെയാണ് കീ ഐഡിയാസ് എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണം. ഇതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കണം. ഇതായിരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ. സോ പ്രിയാമ്പിൾ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, വിച്ച് ഈസ് പ്രിയാമ്പിൾ. ദാറ്റ് ഈസ് പ്രിയാമ്പിൾ ഈസ് കൺസിഡർഡ് ആസ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കാർഡ്സ് നോക്കിക്കുക, നമ്മുടെ ഐഡിയാസ് നോക്കിക്കുക. അപ്പോൾ എന്തിനാണ് നമുക്ക് ഐഡന്റിറ്റി കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു നോർമൽ ലിവിങ്ങിൽ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനാണെന്ന് നോക്കിയാൽ, ഈ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഒരാളുടെ ഇൻഫർമേഷൻ അല്ലെ ബേസിക് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരാളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ എൻ്റെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണുമെന്നാണെങ്കിൽ അതിൽ എന്തുണ്ടാവും? എൻ്റെ പേരും എൻ്റെ ഐഡിയയും അല്ലെങ്കിൽ ബേസിക് റിലേഷൻസും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കോൺടാക്റ്റും ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കണ്ടീഷൻസിനെ ആയിരിക്കും നമ്മൾ പ്രൈമറിലി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടെയും പ്രിയാമ്പിൾ അത് തന്നെയാണ്. വാട്ട് ഈസ് ഗിവൺ ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത് എന്നുള്ള ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി രണ്ടാമത് ചോദിക്കുക, ദീസ് ആർ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് മീറ്റിംഗിൽ എന്തുണ്ടായിരുന്നു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അന്ന് നമ്മൾ വി ദ പീപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വായിച്ചായിരുന്നു. അഗൈൻ അതേ കണ്ടീഷനാണ് ഇവിടെയും വരുന്നത്. ദാറ്റ് ഈസ് ഹിയർ ഓൾസോ ദേ ഡീൽസ് വിത്ത് ദി ബേസിക് ഐഡിയ. അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ ബേസിക് ഐഡിയ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ബീൻ അമെൻഡഡ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് ഒരു നവംബർ 25 മറ്റോ ആണെന്ന് തോന്നുന്നു, 25 23 മറ്റോ ആണ്, സുപ്രീം കോടതി ഒരു വെർഡിക്റ്റ് വന്നായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളത് വായിച്ചിരിക്കേണ്ടതാണ്. നവംബർ 20 ലാസ്റ്റ് വീക്കിലുണ്ടായിരുന്ന വെർഡിക്റ്റ് നോക്കിയാൽ മതി. നവംബർ 25 എക്സാക്ട്ലി നവംബർ 25 26 ന്യൂസ് പേപ്പറിൽ അത് വളരെ പർട്ടിക്കുലർ ആയിട്ട് ഉണ്ടായിരുന്നതാനും. അതിൽ പറയുന്നുണ്ട് പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ്. ഈ 42nd അമെൻമെന്റിലാണ് സോഷ്യലിസ്റ്റും അതുപോലെ തന്നെ സെക്കുലർ ആൻഡ് വേർഡ് ഇന്റഗ്രിറ്റി, ഇങ്ങനെ 3 വേർഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേർഡ് ആഡ് ചെയ്തിരുന്നപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആൾക്കാർക്ക് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഈ വേർഡ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഈ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ സെപ്പറേറ്റ് ആഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഇത് റെലവെന്റ് അല്ല, സെക്കുലർ സോഷ്യലിസ്റ്റ് പോലത്തുള്ള വേർഡുകൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത് കളയണം എന്നുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു പാർലമെന്റ് ഹാസ് ദ പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് എന്ത് വേണമെങ്കിലും അമെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ വളരെ റീസെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അമെൻഡബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്ത 3 വേർഡാണ് സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇന്റഗ്രിറ്റി. അതുപോലെ തന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫസ്റ്റ് ടു ബ്രിങ് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്താണ് ഇതിനെ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി ഞാനത് നോക്കിയാൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ആർട്ടിക്കിൾസ് എന്താ പറയുക, അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഐഡിയ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പ്രിയാമ്പിൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, അതുപോലെ തന്നെ equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. And in our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give ourselves the Constitution എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഒന്നാമത്തെ കൺസെപ്റ്റ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക പ്രിയാമ്പിള്. കാരണം UPSC പ്രിലിംസിന് ഇതിൽ പലതും ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ എന്ത് ചോദിക്കാറുണ്ട്? വിച്ച് ആർ ദ ഫോളോയിങ് ജസ്റ്റിസ് ആർ പ്രൊവൈഡഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ പ്രിയാമ്പിൾ. സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ എഴുതാൻ പറ്റണം. ലിബർട്ടി ചോദിച്ചിട്ടുണ്ട്, ഇക്വാലിറ്റി ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊരു പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. മെയിൻസിനും ഇത് ഇമ്പോർട്ടന്റ് ആണ്. വി വിൽ ലേൺ ദീസ് കണ്ടന്റ്. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത്? ഇവിടെ ആദ്യത്തെ കമ്പോണന്റ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇവിടെ പറയുന്നത് എന്താണ്?
the constitution gets its powers or authority from the we, the people of India. ആരാണ് പവർ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് പാർലമെന്റ്, ഇറ്റ് ഈസ് നോട്ട് ബ്രിട്ടീഷ് ഇന്ത്യ, ഇറ്റ് ഈസ് നോട്ട് ഗാന്ധി, ഇറ്റ് ഈസ് നോട്ട് ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇറ്റ് ഈസ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ്. ആൻഡ് ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻറ്റു എ ഫീച്ചേഴ്സ് ആണ്. ഇപ്പം ഇവിടെ നമ്മൾ പറയുന്നത് സോഴ്സ് ഓഫ് പവർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ടൈപ്പ് ഓഫ് പൊളിറ്റി ആണ്. രണ്ടാമത്തെ എന്താണ് ഇവിടെ പറയുന്നത്? ടൈപ്പ് ഓഫ് പൊളിറ്റി ആണ്. രണ്ടാമത്തത് ടൈപ്പ് ഓഫ് പൊളിറ്റി ആണ്. എന്ത് ടൈപ്പാണ്? സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്കുലർ ആണ്, ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഡെമോക്രാറ്റിക്കും ആണ്, റിപ്പബ്ലിക്കും ആണ്. നമുക്ക് ഓരോ വേർഡുകളും സെപ്പറേറ്റ് പഠിക്കാം. ഇവിടെ ഓർത്തിരിക്കുക, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? ടൈപ്പ് ഓഫ് പൊളിറ്റി എന്ന് നമ്മൾ പറയാം. ഇതാണ് ടൈപ്പ് ഓഫ് പൊളിറ്റി. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ പറയുന്നത് അതായത് ഇത്രയും പാർട്ട് എന്താണ്? ഇതിനെ എന്ത് വിളിക്കും നമ്മൾ? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് നമുക്ക് അടുത്ത പാർട്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ആസ്പെക്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, നമുക്ക് എലാബറേറ്റ് ചെയ്യാം. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. അതുപോലെ തന്നെ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊവൈഡ് ദം ഓൾ എന്നാണ്. ഫ്രട്ടേണിറ്റി, അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ്. നമ്മൾ 3 പഠിച്ചത് സോഴ്സ്, ടൈപ്പ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഫൈനലി ഇവിടെ എന്തുണ്ട്? ഡേറ്റ് ഉണ്ട്. അതായത് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആസ്പെക്ട് നമുക്ക് January 26, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് January 26 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന എന്താണ്? ഇവിടെ പറയുന്ന ഐഡിയ എന്താണ്? November 26, 1949. ഇപ്പോൾ November 26 നമ്മൾ ലാസ്റ്റ് വീക്കിൽ അല്ലെ November 26 വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നമ്മൾ ആഘോഷിച്ചു, അല്ലെങ്കിൽ നമ്മളതിനെ ഫെസ്റ്റീവായിട്ട് കൊണ്ടാടി. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ദിവസമാണ് 1949 26th ഡേ ഓഫ് നവംബറിലാണ് നമ്മൾ എന്ത് അക്സെപ്റ്റ് ചെയ്യുന്നത്? ദ ഫൈനൽ ഡ്രാഫ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ഡേറ്റ് പറയുന്നത് 26th November 1949 ആയിട്ട് മാറുന്നത്. ഇനി അടുത്ത നോക്കിയാൽ ഇപ്പം ഈ കൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞത് പ്രിയാമ്പിളിൽ എന്തൊക്കെയുണ്ട്? 4 കമ്പോണൻസ് ഉണ്ടെന്ന്. അതാണ് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയേ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ആദ്യം പറഞ്ഞ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. രണ്ടാമത് എന്ത് പറഞ്ഞു? ടൈപ്പ് ഓഫ് പൊളിറ്റി അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ടൈപ്പ് ഓഫ് പൊളിറ്റി അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിയേ. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇതാണ് നമ്മുടെ ടൈപ്പ് എന്ന് പറയുന്നത്. 1, 2, 3, 4, 5 എണ്ണമാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് സോവറിൻ ആയിരിക്കണം, സോഷ്യലിസ്റ്റ് ആയിരിക്കണം, സെക്കുലർ ആയിരിക്കണം, ഡെമോക്രാറ്റിക് ആയിരിക്കണം, റിപ്പബ്ലിക് ആയിരിക്കണം. ഇനി അടുത്ത നോക്കിയേ, നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആ പറഞ്ഞത്. അടുത്ത നമുക്ക് എന്താ ഉള്ളത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെന്തൊക്കെയായിരുന്നു? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ. ഈ ഡേറ്റ് ഓഫ് ഇറ്റ്സ് അഡോപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? വിച്ച് ഈസ് നത്തിങ് ബട്ട് ഈ 26th November 1949. ഒരു വട്ടം UPSC പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. ഈ പ്രിയാമ്പിളിന്റെ സെന്റൻസുകൾ എഴുതിയിട്ട് ഈ ഡേറ്റിൽ മാത്രം എന്ത് ചെയ്തു? ഡാഷ് ഇട്ടു. അതിനകത്ത് എന്ത് ചോദിച്ചു? ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റുന്ന ഡേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലെങ്കിൽ 26th November 1949 ആണ് നമ്മൾ എന്തായിട്ട് കൂട്ടുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് കൂട്ടുന്നത്, അല്ലെങ്കിൽ പ്രിയാമ്പിളുള്ള ഡേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 1 by 1 ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കീവേഡുകളാണ്. ഇപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാ ആളുകളും, അതായത് ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ചേർന്നിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ അതോറിറ്റി കൊടുക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത വേർഡ് വരുവാണ് ടൈപ്പ് ഓഫ് പൊളിറ്റി അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് വരുമ്പോൾ അവിടെ നമുക്കൊരു കോർ കൺസെപ്റ്റ് വരുവാണ്. ദാറ്റ് ഈസ് ഇന്ത്യൻ സ്റ്റേറ്റ് ഷുഡ് ബി സോവറിൻ. എന്താണ് സോവറിൻ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? സോവറിൻറ്റി ആസ് എ ബേസ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റിന്റെ കമ്പോണൻസ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ 4 കമ്പോണൻസാണ് പറഞ്ഞിരുന്നത്. ഗവൺമെന്റ് വേണം, പോപ്പുലേഷൻ വേണം, ടെറിട്ടറി വേണം, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ത് വേണം? സോവറിൻറ്റി വേണമെന്നാണ് പറഞ്ഞത്. സോവറിൻറ്റി അല്ലെങ്കിൽ പരമാധികാരം ആണ് ഇവിടെ അടുത്ത ഐഡിയ ആയിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഐഡിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഇവിടെ നോക്കിക്കേ,
India is neither a dependency